the all-time favorite. ഗൈസ് ഈ ദ്വീപ് വെറും 8 കിലോമീറ്റർ ഉള്ളൂ. അതിൽ 2 കിലോമീറ്റർ എയർപോർട്ടാണ്, ബാക്കി 6 കിലോമീറ്റർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗോവയിൽ നിന്ന് ആരംഭിച്ചു. നമ്മൾ നൈറ്റ് ഒരു 9:30 ആകുമ്പോഴേക്കും ഗോവയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ 7:15 അതുവരെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ നേരം കൂട്ടി. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തതാണ് മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുകൊണ്ട് അവരതിൻ്റെ ടോട്ടൽ പ്ലാൻ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 രീതിയിലാണ് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റുക. ഒന്ന് കപ്പൽ മാർഗവും ഒന്ന് വായുമാർഗവും. നമ്മൾ ലീവിൻ്റെ എല്ലാം നോക്കി ചൂസ് ചെയ്തത് ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് 2 സ്ഥലത്തു നിന്ന് പോകാൻ പറ്റും. ഒന്ന് കൊച്ചിയിൽ നിന്നും ഒന്ന് ഗോവയിൽ നിന്നും. നമ്മൾ നേരെ ഗോവയിലേക്കാണ് വിട്ടത്. പിന്നെ നമ്മളൊരു കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലക്ഷദ്വീപിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഫെയർ എന്ന് പറയുന്നത് ഒരു 4500 to 5500 നമുക്കവിടെ പോകാൻ പറ്റും. റീസെൻ്റ്ലി കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര കൺഫേം അല്ല. പിന്നെ ബാംഗ്ലൂരിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോപ്പ എയർപോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു എയർപോർട്ടാണ്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഫീലൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ അതിന് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഷോപ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആയാലും അതിനും നിറയെ ഷോപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റീസ്, അവരുടെ ആ ഒരു എന്താ പറയുക, നമ്മളോടുള്ള ബിഹേവിയർ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് തന്നെ ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ലോഞ്ചിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തുനിന്ന് ചെറിയൊരു ഊത്തപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒബ്വിയസ്ലി ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ പൈസ കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു അവിടുത്തെ. നമ്മൾ നേരെ ലോഞ്ചിൽ കയറി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ സമയത്തിൻ്റെ ആ ഒരു അത്രയും ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളവിടെ നിന്ന് ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിച്ചു. ഇഡ്ഡലി, അതുപോലെ തന്നെ പൊറോട്ട, പിന്നെ സ്പ്രൗട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും തേജസ്സിനും ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 രൂപക്കായിരുന്നു ഭക്ഷണം കഴിച്ചത്. പക്ഷേ നമ്മൾ എന്താ പറയുക, കാർഡില്ലാതെ പോവുകയാണെങ്കിൽ നമുക്കതൊരു 2100 പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നേനെ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരും ലക്ഷദ്വീപിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ നിഹാരിക എന്നാണ് നമ്മൾ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് സംസാരിച്ച ആളുടെ പേര്. ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അവർക്ക്. അവരും അവരുടെ അമ്മയും പിന്നെ ബ്രദറും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അവരെക്കുറിച്ചായിരുന്നു നമ്മൾ അതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ നമ്മൾ പോയി. പക്ഷേ എന്താ പറയുക, നമ്മുടെ ട്രിപ്പിൽ ഫുൾ അവർ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെയിം ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ എന്താ പറയുക, വന്നിട്ട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അവരോടുള്ള കോണ്ടാക്ട്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴെയായിരുന്നു ഫ്ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അഗാത്തിയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. അപ്പം അതുകൊണ്ട് ലക്ഷദ്വീപിൽ അഗാത്തിയിലാണ് ഫ്ലൈറ്റ് എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ചെറിയ എയർപോർട്ടാണ്, 2 കിലോമീറ്റേഴ്സിലുള്ള എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലൈറ്റ്സൊന്നും ഇവിടെ ഇറങ്ങില്ല. അതിനനുസരിച്ചുള്ള ചെറിയ ഫ്ലൈറ്റ്സ്, അതിൻ്റെ എന്താ പറയുക, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഫ്ലൈറ്റ്സ് മാത്രമാണ് ഇവിടെ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ഒരുപാട് പ്ലെയിൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, എല്ലാ രീതിയിലുള്ള പ്ലെയിനും അവിടെ ഇറങ്ങുന്നതാണ്. പക്ഷേ 2 കിലോമീറ്റേഴ്സിൽ വരുന്നതിൽ ലാൻഡ് ചെയ്യാനുള്ള ഇതൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലൈറ്റ്സൊക്കെയാണ് അവിടെ ഉള്ളത്.
നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷട്ടിൽ ബസ്സിലാണ് നമ്മൾ പ്ലെയിനിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് പ്ലെയിനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ചും കൂടി ദൂരെയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ്സിന് പോയി. അപ്പോൾ നമ്മൾ കയറിയപ്പോഴത്തേക്കും അതിനകത്തുള്ള ഫുൾ മലയാളീസ് ആയിരുന്നു. ഇതല്ല ഗൈസ്, കാണിച്ചാലേ ഇതാണ് ഗൈസ്. സോറി ഗൈസ്, സോറി ഗൈസ്, ഇതുമല്ല. ശരി പേ, എന്നാ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ഭയങ്കര ചെറുത് തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലി കാണുന്നതിനെക്കാട്ടും ഭയങ്കര ചെറുതാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ടയറിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമ്പോൾ ഞാനും ദിവസം പറയുന്നത് പഞ്ചറായ സാധനമാണ്, ഇങ്ങനെയാണ് പോകാമെന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ പോയി. പിന്നെ അവിടെ സർവീസിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത് കപ്പിൾസിനെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ കപ്പിൾസൊക്കെ വളരെ കുറവാണ്. മോസ്റ്റ്ലി ഈ ഫ്രണ്ട്സ് ആയിരുന്നു. എന്താ പറയുക, കുറച്ചൊരു 40s 50s ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഒരു ട്രിപ്പ് ആ ഒരു രീതിയിലായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നല്ല രസമാണത് കാണുമ്പോൾ തന്നെ. ആക്ച്വലി നമുക്ക് അടുത്തടുത്തായിരുന്നില്ല സീറ്റ്. സെയിം റോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തെയും സൈഡ് സീറ്റ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ അപ്പുറത്തുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഫ്ലൈറ്റിൽ അയാൾ മാത്രമായിരുന്നു വരാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തേജസിനെ പിടിച്ച് ഇപ്പുറത്തിരുത്തി. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ നോർമലി ഇരിക്കുന്നത് പോലെയല്ല, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കയറിയപ്പം തൊട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എന്താ പറയുക, ബ്ലൂ സ്കൈ, അങ്ങനത്തെ ഒരുപാട് അടിപൊളി സീൻസ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു. 2 ദിവസം ഉറക്കമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയറി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങിപ്പോയി. കണ്ണ് തുറക്കാൻ പറ്റുന്ന അത്രയും ക്ഷീണമായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി. പക്ഷേ തേജസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവനിങ്ങനെ എന്താ പറയുക, വെളിയിലുള്ള വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടത് തന്നെ. കുറച്ച് സമയം ഞാൻ ഇതൊക്കെ കണ്ടിട്ടായിരുന്നു. പിന്നെയാണ് എന്താ പറയുക, എല്ലാ പക്ഷം അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ മുകളിൽ നോക്കുന്ന സമയത്ത് സൂപ്പറായിരുന്നു. അത്രയും നമുക്ക് എന്താ പറയുക, മേഘങ്ങളുടെ ഇടയിലൂടെയൊക്കെ നല്ലൊരു ഫീലായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് നമ്മൾ കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഉറങ്ങി. പിന്നെ അവൻ എന്നെ വിളിച്ചത് ഒരു അടിപൊളി വ്യൂ കാണിക്കാൻ വേണ്ടി. അത് കണ്ടപ്പോൾ അവൻ എന്നെ എനിക്കെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കാണിച്ചു തന്നായിരുന്നു. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ ഏതോ ഒരു ഐലൻഡ് കാണുന്നായിരുന്നു. അതെ, ഐലൻഡ് ഏതാണെന്ന് വലിയ ഐഡിയ. അത് നമ്മൾ വിളിച്ചത് അത് അഗാത്തി ആണെന്നാണ്. പക്ഷെ അല്ലായിരുന്നു, വേറൊരു ഐലൻഡായിരുന്നു. അത് രക്ഷയുണ്ടായിരുന്നില്ല. അത് മുകളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെയോ എത്തിപ്പെട്ടൊരു ഫീലാണ്. അത്ര അടിപൊളിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ അകത്ത് ആക്ച്വലി ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആൾത്താമസമുള്ളതെന്ന് പറയുന്നത് കുറച്ച് ഐലൻഡ്സ് മാത്രമാണ്. 36 ദ്വീപുകളിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ആൾത്താമസമുള്ളത്. അതിൽ 1-2 ദ്വീപുകളിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് അഗാത്തിയിലേക്കാണ്. അവിടുന്ന് നമ്മൾ കൽപ്പറ്റി, അതുപോലെ തന്നെ ബംഗാരം, അങ്ങനെ 2-3 ദ്വീപുകളിലേക്ക് പോകും. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ലക്ഷദ്വീപിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഗാത്തി ഐലൻഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ഓരോ യാത്രകളും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ആണെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഈ യാത്ര നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നമ്മുടെ ഒരാളെ പരിചയപ്പെട്ട നിഹാരിക അമ്മയായിട്ടാണ് ഉണ്ടായിരുന്നത്. യൂട്യൂബറാണ്.
അങ്ങനെ നമ്മളവിടെ ലാൻഡ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് 1.5 hours ഉള്ളത് ഗോവ ടു അഗാത്തി. അങ്ങനെ നമ്മളവിടെ എത്തിയതിന് ശേഷം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര ചെറിയൊരു എയർപോർട്ടാണ്. 2 kilometers എയർപോർട്ട് ആലോചിച്ച് നോക്ക്. അപ്പോൾ റൺവേ ഒക്കെ എത്ര ചെറുതായിരിക്കും എന്ന് ആലോചിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പം അവിടെ നമ്മൾ എത്തിയതിന് ശേഷം ആണ് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കൂടുതൽ പഠിക്കുന്നത് അവിടെ എത്തുന്നപ്പോഴായിരിക്കും അല്ലേ? ഏതാ ഇങ്ങോട്ട് പെട്ടിക്കൂടി പോലത്തെ എയർപോർട്ട്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നേരെ അതിനുള്ളിലേക്ക് കയറിപ്പോയി. ചെറിയ റൂമാണ്, പക്ഷേ അവിടെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോസസ്സും അവർ അവിടെ നിന്നാണ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് പെർമിറ്റും അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCCയും അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളോട് അവർ പെർമിറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത് നമ്മളവിടെ നമ്മുടെ പേര് അതിനനുസരിച്ച് സൈനൊക്കെ ഇട്ടതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് എൻട്രി പെർമിറ്റ് ചെയ്യാം. അപ്പം എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ മുന്നേ പോകുന്നതിൻ്റെ മുന്നേ തന്നെ തേജസ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെർമിറ്റും കാര്യങ്ങളും PCC ഒക്കെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു. അതിനുശേഷം എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി. പിന്നെ ഇത് നമ്മളവിടെ കണ്ട മാപ്പാണ്. അവിടുത്തെ എല്ലാ ഐലൻഡ്സൊന്നും അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പം. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ അവിടുന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ടീം അവിടെ വന്നിട്ട് നമ്മളെ ഓരോരാളെ മീൻസ് ഓരോ ഫാമിലീസിനെ ഓരോ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നമ്മളെ റിസോർട്ടിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം ആൾ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂ സീ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നത്. നമുക്കിപ്പോൾ മാൽഡീവ്സ്, ലക്ഷദ്വീപ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണല്ലോ ഇങ്ങനത്തെ കളറുള്ള സീ ഒക്കെ കാണാൻ പറ്റുന്നത്. സോ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവിടുത്തെ ആൾക്കാരാണ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ എയർപോർട്ടിലായിക്കോട്ടെ അവിടെയുള്ള ലോക്കൽസാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ എന്താ പറയുക, അതൊക്കെ അങ്ങനത്തെ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റി ഈ ഒരു യാത്രയിൽ. പിന്നെ എന്താ പറയുക, എന്തൊക്കെയൊക്കെയോ പുതിയ പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ടായി ഈ ഒരു യാത്രയിൽ. അപ്പം നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ കയറി. ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ അധികം ദൂരം ഉണ്ടായിരുന്നു റിസോർട്ടിലേക്ക്. ആ പോകുന്ന വഴിയൊക്കെ എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ നടന്ന് സാധാരണ എല്ലാവരും നടന്നു പോകുന്ന വഴികളാണ്. പക്ഷെ എന്താ പറയണ്ടേ, അടിപൊളിയാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ വാവ്, ആ ഒരു മൊമെൻ്റാണ് നമുക്കെല്ലാവർക്കും. ഈ ദ്വീപ് വെറും 8 kilometer ഉള്ളൂ. അതിൽ 2 kilometer എയർപോർട്ടാണ്. ബാക്കി 6 kilometer നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശരിയല്ലേ അല്ലേ? അവിടെ ഇരിക്കും, നീ ഇരിക്കും.
എങ്ങനെയുണ്ട് ലക്ഷദ്വീപ് ഇളനീര്? കണ്ടറിയാം. ഉപ്പ് ടേസ്റ്റാ? നീ കുടിക്കുന്നു കുടിച്ചോ ടേസ്റ്റ് പറ. ആ ഞാൻ അവരോട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ റൂം കിട്ടി. എന്താ പറയുക, നല്ല വൃത്തി, എനിക്ക് കുറച്ച് വൃത്തി, വാഷ്റൂം ആയാലും റൂമായാലും കുറച്ച് വൃത്തി വേണം നിർബന്ധമുണ്ട്. അപ്പം അങ്ങനത്തെ പോലെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ റൂമൊക്കെ കിട്ടി. അപ്പം ഇനി ലക്ഷദ്വീപിലെ അടുത്ത എല്ലാ വിശേഷങ്ങളും ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.